നമസ്കാരം. ആയുധ നിർമ്മാണ രംഗത്ത് അതിവേഗം കുതിക്കുകയാണ് നമ്മുടെ ഭാരതം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യക്ഷമമായ യുദ്ധോപകരണങ്ങൾ ഇന്ന് ഭാരതം നിർമ്മിക്കുന്നുണ്ട്. അതിന് ലോകവ്യാപകമായി ആവശ്യക്കാരുമുണ്ട്. ബ്രഹ്മോസ് അടക്കമുള്ള ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് ഇന്ത്യയുടെ ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അയൽക്കാരായ പാകിസ്ഥാനും ചൈനയും നമ്മുടെ ശത്രുപക്ഷത്തായതിനാൽ വ്യോമമാർഗം ഒരു ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഇന്ത്യയുടെ പക്കൽ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും റഷ്യൻ നിർമ്മിത S-400 പ്രതിരോധ സംവിധാനവുമാണ് ഉള്ളത്. ഇതിനു പുറമെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാനുള്ള ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും തദ്ദേശീയമായി വികസിപ്പിച്ചിരുന്നു. നിലവിലുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അനുബന്ധമായി ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ ഇസ്രയേലിന്റെ അയൺ ഡോം, റഷ്യൻ നിർമ്മിത S-400 എന്നിവയെ കവച്ചു വയ്ക്കുന്ന പുതിയ സംവിധാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രോജക്ട് കുഷ എന്ന പേരിലാണ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുങ്ങുന്നത്. 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റർ സർഫസ് ടു എയർ മിസൈലുകളാണ് കുശയിൽ ഉപയോഗിക്കുക. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെയാകും ഇവയുടെ പ്രഹര പരിധി. 350 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ലക്ഷ്യങ്ങളെ വരെ തിരിച്ചറിയുവാനുള്ള ശക്തിയേറിയ റഡാർ ഇതിനായി വികസിപ്പിക്കുന്നുണ്ട്. വ്യോമസേനയുടെ ഇന്റർഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. കുശ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2022 സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി പ്രോജക്ട് കുശയുടെ വികസനത്തിന് അനുമതി നൽകിയത്. 2023 സെപ്റ്റംബറിൽ കുശയുടെ 5 സ്ക്വാഡ്രണുകൾ വാങ്ങുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. ഏതാണ്ട് 21,700 കോടി രൂപയാണ് ഇതിന് വേണ്ടി വരിക. നിലവിൽ എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ കുശയുടെ മാതൃക പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2025 ഇതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം തുടങ്ങും. ഇതിനായി കുശയിൽ ഉപയോഗിക്കേണ്ട മിസൈലുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ശത്രുക്കളുടെ ക്രൂസ് മിസൈലുകൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ആളില്ലാ യുദ്ധവിമാനങ്ങൾ എന്നിവയെ 250 കിലോമീറ്റർ ദൂരത്തു നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാൻ കുശയ്ക്ക് സാധിക്കും. മാത്രമല്ല, വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുവാൻ മുന്നറിയിപ്പ് നൽകുന്ന എയർബോൺ എയർലി വാർണിംഗ് സംവിധാനം ഉൾപ്പെടുന്ന വിമാനങ്ങളെ 350 കിലോമീറ്റർ ദൂരത്തു നിന്ന് തന്നെ തിരിച്ചറിയുവാൻ കുശയ്ക്ക് സാധിക്കും. നിലവിലെ കണക്കുകൂട്ടൽ അനുസരിച്ച് 80% മുകളിലാണ് കാര്യക്ഷമത. വ്യോമാക്രമണങ്ങളിൽ നിന്ന് 80% മുകളിൽ പ്രതിരോധം ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും. 1 ലക്ഷ്യത്തിനെ ഒറ്റ മിസൈൽ കൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതിരോധിക്കുവാൻ സാധിക്കും. ഒരേ സമയം 2 മിസൈലുകൾ ഉപയോഗിച്ചാണെങ്കിൽ വിജയ സാധ്യത 80 നിന്ന് 90% ഉയരും. കുശയുടെ നാവിക പതിപ്പും വികസനത്തിന്റെ പാതയിലാണ്. ഇതിന് പരമാവധി 250 കിലോമീറ്റർ ദൂരെ നിന്നുള്ള കപ്പൽ വേദ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നുള്ള പരിരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.